ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിനോട് ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറി. നീ മരിച്ചു പോകും, നീ സൗഖ്യമാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് മരിക്കുമെന്നാണ്, സൗഖ്യം ഉണ്ടാകത്തില്ലെന്നാണ്. പ്രവാചകൻ യെശയ്യാവാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ്. എന്നാൽ മരണം നിശ്ചയമായിരിക്കെ, ദൈവത്തിൻ്റെ ദൂത് ശക്തമായിരിക്കെ, ഹിസ്കിയ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ ഏറ്റവും കരഞ്ഞു. ദൈവമേ, ഇന്നലകളിൽ ഞാൻ നിന്റെ മുൻപാകെ നടന്നത് ഓർക്കണേ, എന്നെ സഹായിക്കണേ, കരുണയുണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്, കരയുകയാണ്. ഏറ്റവും കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകനെ തന്നെ ദൈവം വീണ്ടും ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളിച്ചു, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ ആയുസ്സിൻ്റെ സംവത്സരത്തോട് ഞാൻ 15 വർഷം കൂട്ടാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രാർത്ഥന കേട്ടു, കണ്ണുനീര് കണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ എത്ര വലിയ അസാധ്യതകളുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ ഭാവിയെ തിരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അസാധ്യതകൾ സാധ്യമാകാൻ പോവുകയാണ്. ദൈവം ആ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി. അതെ, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുകയില്ല. പ്രവചനം ഒരു ഭാഗത്ത് ശക്തമായിരിക്കാം, എന്നാൽ നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ നിനക്ക് അനുകൂലമായൊരു ദൂത് വരും. അതൊരനുഗ്രഹമായിരിക്കും. അനുകൂലമായ ഒരു ദൂത്, അത് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയിൽ മുന്നേറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.